ഈ വീണ വിജയന് കൊടുക്കാൻ SFIO വന്നു കണ്ടല്ലോ, അത് ശരിക്കും എന്ത് ഏജൻസിയാ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അതാണ് SFIO. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണിത്. റെയ്ഡിനോ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒക്കെ അധികാരമുള്ള ഒരു ഏജൻസി. വേണ്ടി വന്നാൽ രാജ്യത്തെ മറ്റ് അന്വേഷണ ഏജൻസികളുടെയും സഹായം തേടാൻ ഈ ഏജൻസിക്ക് പറ്റും. അങ്ങനെ ഒരു ഏജൻസിയിലേക്കാണ് വീണയുടെ IT കമ്പനിയായ എക്സാലോജിക്കിനുമെതിരായ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം കൈമാറിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉത്തരവ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു. വീണ വിജയൻ മാസപ്പടി വാങ്ങിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ SFIO അന്വേഷിക്കും. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമായിരിക്കും SFIO നടത്തുക. സാധാരണ വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം SFIO ഏൽപ്പിക്കാറ്. അങ്ങനെ ഒരു ഏജൻസിയാണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കുന്നത്. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം വീണ വിജയൻ ഒരു കുരുക്കായി മാറാനാണ് സാധ്യത. ഈ കേസ് അന്വേഷണം ഉടനെ പൂർത്തിയാവോ? അന്വേഷണം ഉടൻ പൂർത്തിയായേക്കും. കരിമണൽ കമ്പനിയായ CMRലും വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയും ഈ അന്വേഷണ പരിധിയിൽ വരും. ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയെന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണയ്ക്കെതിരെയും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും നാളുകളിൽ വീണയെയും CMRL KSIDC അധികൃതരെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തും. ഗുരുതര ക്രമക്കേട് അല്ലെങ്കിൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട തെളിവ് ലഭിച്ചാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഏജൻസിയാണ് SFIO. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ 6 പേരായിരിക്കും അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക. ഇവർ ആദ്യഘട്ടത്തിൽ വിവാദ ഇടപാടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തേടിയേക്കും, അല്ലെങ്കിൽ നേരിട്ട് പരിശോധന നടത്തുകയോ കമ്പനി പ്രതിനിധികളെ നേരിട്ട് വിളിച്ചു വരുത്താനോ ഒക്കെ സാധ്യതയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ വീണ വിജയന്റെ കമ്പനിക്കെതിരായ അന്വേഷണം അത് CPMന്റെ പ്രതിരോധത്തിലാക്കില്ലേ? എക്സാലോജിക്കിനെതിരെ PC ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ആണ് കോടതിയിൽ ആദ്യം സമീപിച്ചത്. കോടതി ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടും തേടിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള മാത്യു കുഴൽനാടനാണ് ആദ്യം ആരോപണങ്ങൾ ഉന്നയിച്ചത്. നിയമസഭയിലും ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ മൗനത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപാട് നാൾ ഈ വിവാദം ഉണ്ടായിട്ട് ഒരുപാട് നാളുകളായി. പക്ഷെ അപ്പോഴൊന്നും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി അടുത്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. അതും കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. മകൾ ബാംഗ്ലൂർ കമ്പനി തുടങ്ങിയത് അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ക്യാഷ് കൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കേ ഉണ്ടായിട്ടുള്ളൂ. ഇതുപോലുള്ള ആരോപണങ്ങളൊന്നും മനസ്സിനെ കുലുക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും ഫെബ്രുവരി 12 ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുന്നതിനിടെയാണ് ഇപ്പം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലേക്ക് അന്വേഷണം കൊടുത്തിരിക്കുന്നത്.